ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പക്ഷികളിലൊന്നാണ് നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലുകൾ. അധികം പറക്കാതെ മണ്ണിൽ അതുമിതും കൊത്തിത്തിന്നു ജീവിക്കുന്ന പക്ഷികളായ കോഴികളും ടർക്കികളുമൊക്കെ ഉൾപ്പെടുന്ന ഫസിയാനയുടെ കുടുംബത്തിലെ അംഗമാണ് മയിലുകൾ. മയിൽ എന്ന് കേൾക്കുമ്പോൾ തിളങ്ങുന്ന ശരീരവും വർണ്ണവിസ്മയമായ നീളൻ പീലിക്കണ്ണുകളും നൃത്തരൂപവുമൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരിക. പക്ഷേ ഈ പക്ഷികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ മയിലുകളെ വളർത്തി കോടികൾ കൊയ്യുന്ന ചൈന പോലെയുള്ള രാജ്യങ്ങളിലെ പീഫോൾ ഫാമുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മയിലെന്ന് പറഞ്ഞാൽ ഇവയിലെ ആൺമയിലായ പീക്കോക്കാണ് എല്ലാവരുടെയും ഇഷ്ടമയിൽ. ഇന്ത്യയിൽ മയിലുകളെ കൊല്ലുന്നതോ വേട്ടയാടുന്നതോ തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റമാണ്. 1972 ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മയിൽ ഒരു സംരക്ഷിത പക്ഷിയാണ്. പക്ഷേ ചൈന, അമേരിക്ക, തായ്ലാന്റ് പോലെയുള്ള രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും മയിലുകളെ കൃഷി ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. മയിലിനെ പീക്കോക്ക് എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും അത് ആൺമയിലിന്റെ മാത്രം പേരാണ് എന്നുള്ളതാണ് സത്യം. പീഫോൾ എന്നാണ് മയിലുകളുടെ യഥാർത്ഥ പേര്. ഇന്ത്യയിൽ കാണപ്പെടുന്ന ബ്ലൂ പീഫോൾ ആണ് ഇന്ത്യൻ മയിലായി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മയിലുകളെ ട്രേഡ് ചെയ്യുന്നത് കുറ്റമാണെങ്കിലും അമേരിക്കയിലൊക്കെ ഒരു യങ് ആയിട്ടുള്ള മയിലിന് $200 മുതൽ $500 വരെ, അതായത് 40,000 രൂപക്ക് മുകളിൽ വിലയുണ്ട്. ഇനി പൂർണ്ണ വളർച്ചയെത്തിയ മയിലുകളാണെങ്കിൽ $2,000 അഥവാ 1.25 ലക്ഷം രൂപയോളവും വിലയുണ്ട്. ഞെട്ടാൻ വരട്ടെ, അതുമല്ലാതെ വെള്ളമയിൽ, മൾട്ടി കളേർഡ് പീക്കോക്ക് തുടങ്ങിയ അപൂർവമായ മയിലുകളുടെ പെയറിന് $10,000 അഥവാ 8 ലക്ഷം രൂപയിലധികം വിലയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഓരോ വർഷവും ചൈന മയിൽ കൃഷിയിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത്. ചൈനയിലെ യുന്നാൻ, ഗ്വാങ്സി തുടങ്ങിയ പ്രവിശ്യകളിലെ വലിയ മയിൽ ഫാമുകളിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ആയിരക്കണക്കിന് മയിലുകളെ കടത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മയിലുകൾ അത്ര നിസ്സാരക്കാരല്ല എന്നും ഇവ നമ്മൾ ചിന്തിക്കുന്നതിനുമപ്പുറം വിലയുള്ള പക്ഷികളാണെന്നും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി ലോകരാജ്യങ്ങൾ എന്തിനാണ് മയിലുകളെ ഇങ്ങനെ വളർത്തുന്നതെന്നും ആരാണ്, എന്തിനാണ് ഇവയെ വാങ്ങുന്നതെന്നുമായിരിക്കും നിങ്ങളുടെ ചോദ്യം. പറയാം. യഥാർത്ഥത്തിൽ പ്രധാനമായും 3 തരത്തിലുള്ള മയിലുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രമുഖൻ നമ്മുടെ നാട്ടിലുള്ള മയിലുകളായ പാവോ ക്രിസ്റ്റാറ്റസ് എന്ന ഇനം മയിലുകളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഈ ഇനത്തിന് നീലമയിൽ എന്നും പേരുണ്ട്. രണ്ടാമത്തേത് കുറച്ചുകൂടി സൈസുള്ള ജവനീസ് മയിലുകളാണ്. ജീനിലെ മാറ്റം കാരണത്താൽ വൈറ്റോ മൾട്ടി കളേർഡ് ആയതോ ആയിട്ടുള്ള മയിലുകളാണ് മറ്റൊന്ന്. പ്രധാനമായും മയിലുകളെ ഇത്തരത്തിൽ വളർത്തി വിൽക്കുന്നതോ കൊല്ലുന്നതോ ഇവയുടെ ശരീരത്തിലെ മയിൽപീലികൾക്ക് വേണ്ടിയാണ്. ഒരു മയിലിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് 10 മുതൽ 25 വർഷം വരെയാണ്. എന്നാൽ കൂട്ടിലിട്ട് വളർത്തുന്ന ചില മയിലുകൾ 40 വർഷങ്ങളോളം വരെ ജീവിക്കാറുണ്ട്. സാധാരണയായി മയിലുകൾ തങ്ങളുടെ പീലികൾ പൊഴിക്കുന്നത് പതിവാണ്. ഈ പീലികളായിരുന്നു പണ്ടൊക്കെ പല ആവശ്യങ്ങൾക്കായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മയിലുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് കാരണത്താൽ ഈ മയിൽപീലികളുടെ ഡിമാൻഡും വർദ്ധിക്കുകയായിരുന്നു. ഒരു മയിൽപീലിക്ക് $5 മുതൽ $20 അഥവാ 2,000 രൂപയോളം വരെ പീലിയുടെ ക്വാളിറ്റിയും മറ്റും കണക്കിലെടുത്ത് വില ലഭിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ കൂട്ടിലിട്ട് വളർത്തുന്ന മയിലുകൾ അവരുടെ പ്രജനനകാലത്ത് പൊഴിക്കുന്ന തൂവലുകളാണ് ഫാമുകളിലെ കർഷകരെടുത്ത് പുറം രാജ്യങ്ങളിൽ വിൽക്കുന്നത്. ഈ തൂവലുകൾ ഹോം ഡെക്കറേഷൻസ്, ഫാഷൻ ജ്വല്ലറി ആവശ്യങ്ങൾ, ചൈനയിലെ ഫെങ്ഷൂയി പോലെയുള്ള മതങ്ങളുടെ മതാചാരങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പുറം രാജ്യങ്ങളിൽ കല്യാണം പോലെയുള്ള ഇവന്റുകളിൽ അലങ്കാരമായി മയിലുകളെ ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇവയെ $300 മുതൽ $1,000 വരെ വില നൽകി റെന്റിനായി വരെ ഉപയോഗിക്കാറുണ്ട്. എല്ലാത്തിനും പുറമെ മയിലുകളുടെ ഇറച്ചി ഒരു ലക്ഷറി മീറ്റായാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ഇവയെ ഭക്ഷണത്തിനായും മറ്റും വലിയ വിലക്കാണ് വിൽക്കാറുള്ളത്. അതായത് ഒഫീഷ്യൽ കണക്കുകൾ അല്ലെങ്കിലും ഇന്റർനാഷണൽ എക്സോട്ടിക് മീറ്റ് മാർക്കറ്റുകളിലൊക്കെ മയിലിറച്ചിക്ക് കിലോയ്ക്ക് 8,000 രൂപ വരെയൊക്കെയാണ് വില വരുന്നത്. കൂടാതെ ചിലയിടങ്ങളിൽ ഇവയുടെ തൂവലുകൾ ഔഷധത്തിനായി മറ്റും ഉപയോഗിക്കാറുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയെ വളർത്തുക എന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. മയിലുകളെ കൃഷി ചെയ്യാനായി ചൈന പോലെയുള്ള പുറം രാജ്യങ്ങളിലെ കർഷകർ ആദ്യം ചെയ്യുന്നത് വലിയ ഓപ്പൺ ഫീൽഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം മയിലുകൾ അത്യാവശ്യം വലിയ പക്ഷികളായതിനാൽ തന്നെ
ഇവർക്ക് കൂടുതൽ സ്ഥലം ആവശ്യമാണ്. ഓരോ മയിലിനും ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് എങ്കിലും ആവശ്യമാണ്. അതായത് 10 മയിലുകളെ വളർത്താൻ 1000 സ്ക്വയർ ഫീറ്റ് എങ്കിലും ആവശ്യമാണെന്ന് സാരം. അതിനുശേഷം കൂടിന് ചുറ്റുമായി 6 മുതൽ 7 അടി വരെ ഉയരത്തിൽ വലിയ മതിലുകളോ കമ്പിവേലികളോ ഉണ്ടാക്കിയെടുക്കും. 7 അടിക്ക് മുകളിലൊന്നും മയിലുകൾക്ക് പറക്കാൻ സാധിക്കില്ല. കൂടാതെ മയിലുകൾ വളരെ സെൻസിറ്റീവായ പക്ഷികളായതിനാൽ തന്നെ ഇവർക്ക് മോശം കാലാവസ്ഥയിൽ പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടും. അതുകൊണ്ട് തന്നെ മഴയിൽ നിന്നും മറ്റും സംരക്ഷണം ലഭിക്കാനായി ഇവയുടെ കൂടിന് മുകളിലായി പലപ്പോഴും പ്രത്യേക റൂഫുകളും ഉണ്ടാക്കാറുണ്ട്. കൂടാതെ ഈ കൂടുകൾക്കുള്ളിൽ വലിയ മരങ്ങളുടെ ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലങ്ങളോ മയിലുകൾക്ക് കയറിയിരിക്കാൻ വേണ്ടിയും ഉണ്ടാക്കാറുണ്ട്. ഇനി മയിലുകളെ ബ്രീഡ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മയിൽ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇത്തരം ഹെൽത്തി ആയിട്ടുള്ള മയിലുകളാണ് പെട്ടെന്ന് വളരുകയും റീപ്രൊഡ്യൂസ്ഡ് ആവുകയും ചെയ്യുന്നത്. കൂടാതെ ഇവകൾ കുറച്ച് ചൂടുള്ള സ്ഥലങ്ങളിലാണ് നല്ലതുപോലെ വളരുക. കൂട്ടിൽ ഇങ്ങനെയാണെങ്കിലും കാട്ടിൽ ഇവ ചെറിയ ഗ്രൂപ്പുകളായാണ് ജീവിക്കാറുള്ളത്. കൂടാതെ വലിയ മരങ്ങളുടെ മുകളിൽ കയറിക്കൊണ്ട് തങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ട്. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവ മറ്റു മയിലുകളെ പ്രത്യേക ശബ്ദത്തിലൂടെ അറിയിക്കുകയും ചെയ്യും. ഉരകങ്ങളും സസ്തനികളും കരണ്ട് തീനികളും പ്രാണികളുമൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. വിത്തുകളും പഴങ്ങളും മുളകളും വേരുകളുമൊക്കെ കൊത്തിമറിച്ചിട്ട് തിന്നുകയും ചെയ്യും. ശത്രുക്കളുടെ മുൻപിൽപ്പെട്ടാൽ അടിക്കാടുകൾക്കിടയിലൂടെ വേഗത്തിൽ ഓടാൻ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട്. രക്ഷയില്ലെങ്കിൽ മാത്രം മോശമല്ലാത്ത രീതിയിൽ പറക്കുകയും ചെയ്യും. മയിലുകളുടെ ബ്രീഡിംഗ് സീസൺ എന്ന് പറയുന്നത് സാധാരണയായി മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയാണ്. എങ്കിലും ചില സമയങ്ങളിൽ കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി അതിൽ മാറ്റവും ഉണ്ടാകാം. ഇണചേരൽ കാലത്ത് ആൺമയിലുകൾ പെൺമയിലിനെ മയക്കാൻ നീളൻ പീലിയിലെ കൺ അടയാളങ്ങൾ ഉയർത്തിക്കാണിക്കാനായി വിതർത്ത് വിറപ്പിച്ച് നടത്തുന്ന മയിലാട്ടമാണ് ഇവരുടെ മാസ്റ്റർ പീസ് അവതരണം. പെൺമയിലിന്റെ മുന്നിലല്ലാതെയും ഇടയ്ക്ക് ആൺമയിൽ റിഹേഴ്സൽ പോലെ സ്വയം നൃത്തം ചെയ്യുന്നതും കാണാം. ഇലകളും ചുള്ളിക്കമ്പുകളും നിരത്തി നിലത്താണ് മയിലുകൾ കൂടുപണിത് മുട്ടയിടുക. 4 മുതൽ 8 മുട്ടകൾ വരെ കാണാറുണ്ട്. പെണ്ണു മാത്രമാണ് അടയിരിക്കുക. 28 ദിവസം കൊണ്ട് മുട്ട വിരിയുകയും ചെയ്യും. നാച്ചുറലി അടയിരിക്കുന്ന മുട്ടകളിൽ 60 മുതൽ 70% മുട്ടകളും വിരിയാറുണ്ട്. എന്നാൽ എറൗണ്ട് 37.5 ഡിഗ്രി സെൽഷ്യസിലും 55 മുതൽ 60% വരെ ഹ്യൂമിഡിറ്റിയിലും ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിക്കുന്ന മുട്ടകളിൽ 85% മുട്ടകളും വിരിഞ്ഞിറങ്ങാറുണ്ട്. പീച്ചിക്സ് എന്നാണ് ഈ മയിൽ കുഞ്ഞുങ്ങളെ വിളിക്കുക. ലൈറ്റ് ബ്രൗൺ നിറത്തിലും ചെറിയ യെല്ലോയിഷ് നിറത്തിലുമായിരിക്കും വിരിഞ്ഞിറങ്ങുന്ന മയിലുകളെ കാണപ്പെടുക. മയിലുകൾ പെട്ടെന്ന് വളരുന്ന പക്ഷികളാണ് എന്നുള്ളതാണ് സത്യം. ആൺമയിലുകളിൽ 3 മുതൽ 4 മാസമാകുമ്പോഴേക്കും പീലികൾ വരാൻ ആരംഭിക്കും. 2 വർഷം കൊണ്ട് ഇവകൾ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയും ചെയ്യും. പെൺമയിലുകൾക്ക് ബ്രൗൺ ഗ്രേ നിറത്തിലുള്ള തൂവലുകളാണ് ഉണ്ടാകാറുള്ളത്. ഈ നിറമാണ് ഇവയെ വേട്ടക്കാരിൽ നിന്നും കാടുകളിലും മറ്റും ഒളിച്ചിരിക്കുമ്പോൾ രക്ഷ നേടാൻ സഹായിക്കുന്നത്. ഒരു ആണും 3 മുതൽ 5 വരെ പിടകളുമായുള്ള ഇര തേടുന്ന ചെറു സംഘങ്ങളായാണ് മയിൽക്കൂട്ടങ്ങളെ സാധാരണയായി കാണുക. ഇണചേരൽ കാലം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞുങ്ങളും മാത്രം ചേർന്ന് ഇര തേടുന്നതും കാണാം. രാവിലെ സജീവമായി തീറ്റ തേടിയ ശേഷം ചൂട് കൂടുമ്പോൾ മരച്ചാർത്തുകളിൽ വിശ്രമിക്കുകയാണ് മയിലുകൾ ചെയ്യാറുള്ളത്. വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഉടൻ തന്നെ സജീവന്മാരായി ഇര തേടി ഇറങ്ങുകയും അമ്മയ്ക്കൊപ്പം തന്നെ 8 മാസത്തോളം കഴിയുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ അമ്മ മയിലിന്റെ പുറത്ത് കയറി ഇരിക്കുന്നതും ചിലപ്പോൾ കുഞ്ഞോടൊപ്പം പറന്ന് മരക്കൊമ്പുകളിൽ കൊണ്ട് ചെന്നാക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നിങ്ങളുടെ വീടിന്റെ അടുത്തും മറ്റും കൂട്ടമായും ഒറ്റക്കായും എത്തുന്ന ഈ മയിലുകൾ അത്ര നിസ്സാരക്കാരല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഏതായാലും ഈ മയിൽ കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.